ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ജനകീയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തും. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുവദിക്കും. ശമ്പള പരിഷ്കരണത്തിനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭക്ഷ്യക്കിറ്റായിരുന്നെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ കേശ നിറക്കിലാണ് LDFന്റെ തുറുപ്പുചീട്ട്. ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ 3ാം തുടർഭരണമെന്ന ചരിത്ര നേട്ടം എത്തിപ്പിടിക്കാവുന്ന പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ നീക്കങ്ങൾ. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചകളായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നതിൽ അന്തിമ തീരുമാനമാകുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ 2500 രൂപയാക്കുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യഘട്ട വർധനവ് ഒക്ടോബർ തന്നെ പ്രഖ്യാപിക്കും. നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാനാണ് ധാരണ. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയിൽ 1 ഗഡുവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകും. 4% DA അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനവും നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പങ്കാളിത്ത പെൻഷന് പകരം ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച പ്രഖ്യാപനവും ഉടനുണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെയോ സെക്രട്ടറി തല കമ്മിറ്റിയോ നിയോഗിക്കുന്നതാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ വേണമെന്ന നിർബന്ധത്തിലാണ് CPIMന്റെ സർവീസ് സംഘടനകൾ. ഈ ആവശ്യമുന്നയിച്ച് സർവീസ് സംഘടനകൾ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത. നവംബറോടെ പ്രഖ്യാപിച്ച് 2026 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലാണ് ശമ്പള പരിഷ്കരണ തീരുമാനം നടപ്പിലാക്കുക. മറ്റ് ചെലവുകളെല്ലാം മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വൻ നിക്ഷേപം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ലഭിച്ച വലിയ അംഗീകാരമാണ് ഈ ദിശയിൽ ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. അതേസമയം ഈ വാർത്തയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന വിഭ്രാന്തിയാണ് സർക്കാരിന് എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. 1 ലക്ഷം കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർ കൂടി കൊടുക്കാൻ കുടിശ്ശികയുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടു, 2026 തോൽവി, അതിനെക്കുറിച്ച് ഏറ്റവും ബോധ്യമുള്ളത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക്. ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ്, അയ്യപ്പ സംഗമം, വികസന പ്ലാൻ, മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തൊലിക്കട്ടിയുണ്ടോ? കശുവണ്ടി കോൺക്ലേവ് നടത്തുക. 99% കശുവണ്ടി കമ്പനികൾ അടച്ചുപൂട്ടിക്കിടക്കാണ്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ഒരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ പ്രാഥമിക സംശയം വിജിലൻസിനുണ്ട്. സ്പോൺസറുടെ ഇടപാടുകൾ പൂർണ്ണമായി പരിശോധിക്കും. മുൻകാല പശ്ചാത്തലവും അന്വേഷണ പരിധിയിൽ വരും. ശബരിമലയുടെ പേരിൽ തട്ടിപ്പ് നടത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയോ എന്നന്വേഷിക്കും. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ആഗോള അയ്യപ്പ സംഗമ സമയത്ത് വിവാദമുണ്ടാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. വളരെ ആസൂത്രിതമായ നീക്കം. ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ കേവലം 5 ദിവസം ബാക്കി നിൽക്കുകയാണ് ആദ്യമായി ഒരു വാർത്ത ഇങ്ങനെ പുറത്ത് ഒരു ചാനലിൽ കൂടി വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും സ്പോൺസറെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം.
അതേസമയം വിവാദങ്ങളിൽ വിശദീകരണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്തെത്തി. ദേവസ്വം മാനുവൽ ലംഘിച്ചെന്ന ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ കെ അനന്തഗോപന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് എ പത്മകുമാർ പറഞ്ഞു. അന്നത്തെ ബോർഡിൻ്റെ തീരുമാനം, എൻ്റെ കൈപ്പടയിൽ എഴുതിയ തീരുമാനം അവിടെ നന്നായിട്ട് കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരന്റെ പരാമർശത്തെ പരോക്ഷമായി പത്മകുമാർ വിമർശിച്ചു. 24 പത്തനംതിട്ട. രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശത്തിൽ BJP നേതാവ് പ്രിന്റു മഹാദേവിനെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്നും പ്രിന്റുവിൻ്റേത് പാർട്ടി നിലപാടല്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിനും സ്പീക്കർക്കുമെതിരെ വിമർശനവുമായി വീണ്ടും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. തന്റെ പരാമർശം വളച്ചൊടിച്ചു എന്നാണ് പ്രിന്റു മഹാദേവിന്റെ വിശദീകരണം. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാവ് പ്രിന്റു മഹാദേവ് നടത്തിയ കൊലവിളി പ്രസംഗം ദേശീയ തലത്തിൽ കോൺഗ്രസ് ചർച്ചയാക്കിയിരുന്നു. പരാമർശത്തിനെതിരെ കേരളത്തിലും കോൺഗ്രസ് തെരുവിലിറങ്ങി. വിവാദം കനത്തതോടെയാണ് പ്രിന്റു മഹാദേവിനെ തള്ളി BJP സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് ആരെതിരെ പേഴ്സണൽ എനിമിറ്റിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വക്താവ് ഒരു പാഷൻ, ഇമോഷൻ, കുറച്ച് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. ഇന്നലെ നിയമസഭയിലെ രൂക്ഷമായ വാക്പോരിന് പിന്നാലെ സർക്കാരിനും സ്പീക്കർക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് വീണ്ടും വിമർശനമുയർത്തി. നിയമസഭയിൽ മന്ത്രിമാർ പറഞ്ഞത് അബദ്ധം, ഇത് നിസ്സാര കാര്യമെന്ന് സ്പീക്കർ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലെന്നും VD സതീശൻ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് പറഞ്ഞത്? ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആണോ? നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യം ആണെന്ന് പറഞ്ഞു. നിസ്സാര കാര്യം. താൻ അഹിംസാവാദിയാണെന്നാണ് കൊലവിളി നടത്തിയ പ്രിന്റു മഹാദേവിന്റെ വാദം. വാക്കുകൾ വളച്ചൊടിച്ചു. ഞാനൊരിക്കലും ഒരാളെയും കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല. ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല. ഞാനൊരു കൊലയാളിയുമല്ല. ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഇന്നലെ രാത്രി കീഴടങ്ങിയ പ്രിന്റു മഹാദേവിനെ ജാമ്യത്തിൽ വിട്ടിരുന്നു. 24 കൊച്ചി, ഡൽഹി. തർക്കത്തിന് പിന്നാലെ BJP സംസ്ഥാന വക്താക്കളുടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റി. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി പരാമർശം നടത്തിയ പ്രിന്റു മഹാദേവിനെ പ്രതിരോധിച്ചില്ല എന്നതിൽ ഗ്രൂപ്പിൽ തർക്കം രൂക്ഷമായിരുന്നു. ഇത് 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് തുടർ നടപടികൾ ഉണ്ടായത്. 24 ഫോളോ അപ്പ്. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ പ്രിന്റു മഹാദേവിനെ BJP നേതൃത്വം പിന്തുണച്ചില്ലെന്ന ആരോപണം സംസ്ഥാന വക്താക്കൾക്കിടയിലുണ്ടായിരുന്നു. BJP മീഡിയ പാനലിസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിലും പുറത്തും തർക്കം ഉടലെടുത്തിരുന്നു. സ്കൂളിലേക്കും വീട്ടിലേക്കും വരെ കോൺഗ്രസുകാർ മാർച്ച് നടത്തുന്നുവെന്ന് പ്രിന്റു മഹാദേവ് ഗ്രൂപ്പിൽ പറഞ്ഞു. തർക്കം രൂക്ഷമായതോടെ കോർ കമ്മിറ്റി അംഗം V ഉണ്ണികൃഷ്ണൻ മൻ കി ബാത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വക്താക്കളിൽ ആരൊക്കെ മൻ കി ബാത്ത് കേട്ടുവെന്ന റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു BJP ഉപാധ്യക്ഷൻ കൂടിയായ V ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടത്. അതിനും പിന്നാലെയാണ് BJP സംസ്ഥാന വക്താക്കളുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കിയത്. അംഗങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം നിരോധിച്ചതിൽ വക്താക്കളിൽ പലർക്കും അതൃപ്തിയുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. എറണാകുളത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രീമെട്രി ഹോസ്റ്റൽ വളപ്പിലെ മരത്തിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് പാമ്പിനെ മരക്കൊമ്പിൽ കണ്ടത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതിനെ പിടികൂടില്ല എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ആ വളപ്പിൽ തുടരും എന്നല്ലേ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒരു ആശങ്ക. അവിടെ പ്രീമെട്രി ഹോസ്റ്റലുണ്ട്, സമീപത്ത് തിരക്കേറിയ റോഡുകളുണ്ട്, അതിലെ എപ്പോഴും ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, ജനവാസ മേഖലകളൊക്കെ ഉണ്ട്, ആളുകൾ എത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അവിടെ അങ്ങനെ സ്വൈര്യമായി വിഹരിക്കാൻ അനുവദിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അവിടെ ഒരു നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തി അത് മറ്റ് സ്ഥലത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നാണോ? എന്താണ് കരുതേണ്ടത്?
ജിമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൌത്യം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ തീരുമാനമെടുത്തത് ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ അനക്കി നിലത്തേക്ക് വീഴുമ്പോൾ അതിനെ പിടികൂടാം എന്നായിരുന്നു. പക്ഷേ അതിൽ ചില അപകടകരമായ കാര്യങ്ങളുണ്ട്. ഈ പാമ്പ് നിലത്തേക്ക് വീഴുന്ന ഘട്ടത്തിൽ അതിനെന്തെങ്കിലും പരിക്ക് പറ്റാനുള്ള സാധ്യത അത് പിന്നീട് വലിയ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് അത്തരത്തിലൊരു ശ്രമം ഉപേക്ഷിക്കുന്നു എന്നാണ് നിലവിൽ ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള റിസ്ക് ഫാക്ടറിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, പകരം ഇവിടെ ഈ പാമ്പ് ഈ മരത്തിൽ തന്നെ തുടരുന്നുണ്ട്. പാമ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സ്നേക്ക് റെസ്ക്യൂറെ ഇവിടെ ഏർപ്പെടുത്തും. അദ്ദേഹം ഓരോ നിരീക്ഷണങ്ങളും വ്യക്തമാക്കും. ഒപ്പം ഈ പാമ്പ് താഴേക്ക് ഇറങ്ങുന്നതനുസരിച്ച് പിടികൂടാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത്. അതായത് പാമ്പ് സ്വയം താഴേക്ക് എപ്പോൾ ഇറങ്ങി വരുന്നോ ആ സമയത്ത് പാമ്പിനെ പിടികൂടാം, റെസ്ക്യൂ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഏറ്റവും അവസാനം എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പിനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് അനക്കി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ അങ്ങനെ പാമ്പ് സ്വയമേ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഏകദേശം 4 മണിക്കൂർ പിന്നിടുന്നു. ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ മരത്തിന് മുകളിൽ പാമ്പ് കയറിയിട്ട് പല ശ്രമങ്ങളുമൊക്കെ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും നിലവിൽ സാധ്യമായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഫയർഫോഴ്സ് വാഹനം തിരികെ പോവുകയാണ്. ഫയർഫോഴ്സ് വാഹനം തിരികെ അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി നിരീക്ഷണം ഏർപ്പെടുത്തി. ചേട്ടാ, റെസ്ക്യൂ എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? പാമ്പ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാമ്പ് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിരീക്ഷണം ഏർപ്പെടുത്തുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഉണ്ടാവും. ചേട്ടനുണ്ടോ? അതപ്പോൾ രാത്രിയാകുമ്പോൾ അവൻ ഇറങ്ങും. കാര്യം ഇത്രയും തിരക്കും ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങൂല. അത് ഇറങ്ങി വരും ഓട്ടോമാറ്റിക്കായിട്ട്. അത് അങ്ങനെയാണ് അതിന്റെ സ്ഥിതി. എന്തായാലും രാത്രി പാമ്പ് ഇറങ്ങും. അങ്ങനെയാണ്. അതുവരെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരാൾ മാത്രമല്ല, വേറെ പലവരും വന്നിട്ടിരിക്കണേ. അപ്പോൾ അവരുണ്ടാവും. ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല ഒന്നുമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളാണ് ഇല്ല അങ്ങനെയുള്ള പ്രശ്നമില്ല. മാക്സിമം ഇവിടുത്തെ കാടുകളും കാര്യങ്ങളെല്ലാം വെട്ടി ക്ലിയർ ചെയ്യാൻ പറയണം. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട് കിടന്നതിനെ ഹോസ്റ്റൽ ഈ പാമ്പ് കയറി കിടക്കുന്ന കാര്യം അതാ. ഈ കാട് ഇത്രയും ഒന്ന് ക്ലിയർ ആക്കിയാൽ പോരെ. ഒരു രാത്രിയാവും ഇറങ്ങി വരാൻ. രാത്രിയാവും. ഒരു കൂളായി കഴിയുമ്പോൾ ആരും നോക്കാണ്ടായി കഴിയുമ്പോൾ തന്നെ ഇറങ്ങി വരും. വിജയകുമാർ, ഇവിടെ വലിയ ജനക്കൂട്ടമുണ്ട്, വലിയ ശബ്ദങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം പാമ്പ് ഇറങ്ങി വരാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് സ്നേക്ക് റെസ്ക്യൂറും വനംവകുപ്പും ഒക്കെ പറയുന്നത്. വനംവകുപ്പും തന്നെ വ്യക്തമാക്കിയത് ഇവിടെ നിന്ന് ആളുകളൊക്കെ പോയി തിരക്കൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ പാമ്പ് തന്നെ സ്വാഭാവികമായും താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ റെസ്ക്യൂ ചെയ്യാം എന്നാണ്. അത് പാമ്പിന്റെ നിരീക്ഷണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേക്ക് റെസ്ക്യൂ ടീമിന്റെ സംഘം ഇവിടെ ഉണ്ടാകും. ഒരാൾ മാത്രമല്ല, പല ആളുകളായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏകദേശം 4 മണിക്കൂറായി ഇപ്പോഴും ആ പാമ്പ് ഈ വാഗമരത്തിന് മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനെ പിടികൂടാനുള്ള ദൌത്യം ഇപ്പോൾ താൽക്കാലികമായി ഉപേക്ഷിച്ചിട്ടുണ്ട്. പാമ്പ് സ്വയമേ ഇറങ്ങി വരുന്ന ശേഷം ദൌത്യം പുനരാരംഭിക്കാമെന്നാണ് ഏറ്റവും അവസാനമെടുത്തിരിക്കുന്ന തീരുമാനം. ആർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെനമസ് ആയിട്ടുള്ള പാമ്പല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടകാരിയല്ല എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. വിജയകുമാർ, തൽക്കാലം ആ പാമ്പിനെ പിടികൂടില്ല. ആ മരത്തിൽ അത് ഉണ്ടാകും. അത് ഒരുപക്ഷെ രാത്രിയിൽ ജനങ്ങളുടെ സാന്നിധ്യമൊക്കെ കുറയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴതിനെ പിടികൂടാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് 24 ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്താം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. 99 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. പ്രതീഷ്, ഇത് ഓരോ ദിവസം ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയും തോറും ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അടിമുടി ദുരൂഹതയാണ് ഈ ഉത്തരവുകൾ ഓരോന്നും അല്ലെങ്കിൽ വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുമ്പോഴല്ലേ? വിജയകുമാർ, തീർച്ചയായും സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ആ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ ആ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. 1999 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഉൾപ്പെടെ സ്വർണം പൂശി എന്നതാണ് അന്നത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന 2019 ഉത്തരവ് പ്രകാരം ഈ ചെമ്പ് തകിടുകൾ സ്വർണം പൂശാൻ കൊടുത്തു എന്നതാണ്. അല്ലെങ്കിൽ ഈ ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികൾ സ്വർണം
സ്വർണം പൂശാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നതാണ് ദേവസ്വം ബോർഡ് ഉത്തരവായി പറയുന്നത്. 5/7/2019 ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായി പറയുന്നത് ഈ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ലഭിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. തന്ത്രിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്നുള്ള തരത്തിലാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഉത്തരവിൽ പ്രധാനമായും ഇത് ചെമ്പ് പാളി എന്ന ഈ ഉത്തരവിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 1999 അല്ലെങ്കിൽ 98-99 കാലത്ത് ഈ സ്വർണം പൂശിയെന്ന് പറയപ്പെടുന്ന പാളികൾ എങ്ങനെ പിന്നീട് ചെമ്പ് പാളി ആയി എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അടിമുടി ദുരൂഹമായ ഒരു ഉത്തരവ് കൂടിയാണ് ഇത്. ആരെങ്കിലും സഹായിക്കാനാണോ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ചും പശ്ചാത്തലം സംബന്ധിച്ചും വലിയ ആരോപണങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഉത്തരവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു കൃത്രിമത്വം അവിടെ നടന്നു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ദേവസ്വം വിജിലൻസും പരിശോധിക്കുന്നത്. കാരണം നേരത്തെ ഈ സ്വർണം പൂശി എന്ന് പറയപ്പെടുന്ന ഈ സ്വർണ്ണപ്പാളികൾ പിന്നീട് ചെമ്പ് പാളി എന്ന് പറഞ്ഞ് കൈമാറുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതാണ് പ്രധാനമായും ദേവസ്വം വിജിലൻസ്. ശരി പ്രതീക്ഷ, നേരത്തെ തുടക്കത്തിൽ പ്രതീക്ഷ പറഞ്ഞതുപോലെ ഇതിന്റെ ദുരൂഹത കൂടുകയാണ്. ഓരോ വിവരങ്ങളും അതിലെ രേഖകൾ ഉൾപ്പെടെ വിവരങ്ങൾ പ്രതികരണങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അതിന്റെ ദുരൂഹത ഏറുകയാണ്. ഇതിൽ എവിടെയാണ് സത്യം ഒളിഞ്ഞിരിക്കുന്നത് എന്നത് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും വരികയും ചെയ്യുന്നുണ്ട്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. RSS പ്രത്യയശാസ്ത്രത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS ശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. 100 വർഷം മുമ്പ് ദസറ ദിനത്തിൽ RSS സ്ഥാപിതമായത് വെറും യാദൃശ്ചികതയല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന പാരമ്പര്യത്തിന്റെ പുനരുദ്ധാരണമായിരുന്നു അതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSSന്റെ ശതാബ്ദിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് ഭാഗ്യം. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. രാഷ്ട്രചിഹ്നത്തിന് മറുവശത്തായി ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് 100 രൂപ നാണയം. RSSന്റെ മുദ്രാവാക്യവും നാണയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാണയവും സ്റ്റാമ്പും RSS രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളെ എടുത്തു കാണിക്കുന്നതാണെന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരതമാതാവിന്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. RSS സർക്കാരിവാഹക് ദത്തത്രേയ ഹൊസബലെ, കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ഡൽഹി. ഡൽഹിയിലെ സ്കൂളുകളിൽ RSSന്റെ ചരിത്രം പാഠ്യവിഷയമാക്കാൻ തീരുമാനം. RSS പ്രത്യയശാസ്ത്രം ഉൾപ്പെടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. രാഷ്ട്രനീതി പരിപാടിയുടെ ഭാഗമായാണ് നീക്കം. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിലാണ് RSSന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളും പാഠഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് പറഞ്ഞു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നവരാത്രിയോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ്. ദീപക് ധർമ്മടം കൊല്ലൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ദീപക്, മഹാനവമി ദിവസമാണ് മൂകാംബികയിൽ വലിയ തിരക്കുള്ള ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ രഥോത്സവത്തിന് തുടക്കമാകുന്നു. എന്താണ് വിവരങ്ങൾ ദീപക്? വിജയകുമാർ, ഇതാ കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ഏറ്റവും പ്രധാന ചടങ്ങായ നവരാത്രി രഥോത്സവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം പുഷ്പരഥത്തിൽ ദേവിയെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ആറാട്ടാണ്. അതായത് കൃത്യമായി പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ശ്രീദേവിക്ക് സമാനമായ രീതിയിൽ പുഷ്പരഥത്തിലുള്ള ഒരു തേരോട്ടമാണ് ഈ രഥോത്സവം എന്ന് വിളിക്കുന്നത്. ഇത് 2 പ്രാവശ്യമാണ് നടക്കുന്നത് മൂകാംബികയിൽ. അത് ഒന്ന് മൂകാംബികയുടെ വാർഷിക ഉത്സവത്തിലും മറ്റൊന്ന് നവരാത്രിയിലുമാണ്. ഈ മഹാനവമി ദിവസം, അതായത് അധർമ്മത്തെ തോൽപ്പിച്ചുകൊണ്ട് ധർമ്മം സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും മഹത്തായ മുഹൂർത്തത്തിലാണ് ഇപ്രാവശ്യത്തിൽ ഭക്തസഹസ്രങ്ങൾ ഈ മൂകാംബികയിൽ എത്തുന്നത്. കൊല്ലൂരിൽ കർണാടകത്തിലാണ് എങ്കിലും എത്തുന്നതേറെ മലകളാണ്. പ്രത്യേകിച്ചും ശങ്കരാചാര്യരിൽ തുടങ്ങിയ മൂകാംബിക ദേവിയുടെ വലിയ കേരള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേരള ബന്ധത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് മലയാളികളാണ് ഇവിടെ. ഇന്ന് രാത്രി വരെ ഈ
ഉള്ളൂ. നാളെ കാലത്ത് വിദ്യാരംഭം ആരംഭിക്കും. നാളെ പുലർച്ചെ 3 മണിക്കാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ നട തുറന്നുള്ള ദർശനം ആരംഭിക്കുന്നത്. അതിനുശേഷം വിദ്യാരംഭം ആരംഭിക്കും. കേരളത്തിലെ വിദ്യാരംഭം കുറിക്കുന്നത് മൂകാംബികയിലെ വിദ്യാരംഭം കുറിച്ചതിന് ശേഷം മാത്രമായിരിക്കും. 3 മണി പുലർച്ചെ വിദ്യാരംഭത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും നാളെ. ഏതായാലും ഇപ്പോൾ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകിയത്. കരൂർ ദുരന്തത്തിൽ തന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന TVK വാദം തള്ളി DMK നേതാവും MLAയുമായ സെന്തിൽ ബാലാജി. കൃത്യസമയത്ത് വിജയ് എത്തിയിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് സെന്തിൽ ബാലാജി ചൂണ്ടിക്കാട്ടി. റാലിയിൽ സകല നിയന്ത്രണങ്ങളും ലംഘിക്കപ്പെട്ടെന്നും സെന്തിൽ ബാലാജി പറഞ്ഞു. അതിനിടെ തമിഴക വെട്രി കഴകം ജനറൽ സെക്രട്ടറി L ആനന്ദിനെ പിടികൂടാൻ 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം തുടങ്ങി. കരൂർ അപകടത്തിന് പിന്നിൽ തന്റെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച TVKക്ക് വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടിയാണ് സെന്തിൽ ബാലാജി മറുപടി നൽകിയത്. ജനറേറ്റർ ഓഫ് ചെയ്തത് DMK-കാരല്ല. അപകടം നടന്നയുടൻ ആശുപത്രിയിലെത്തിയത് പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നതിനാലാണ്. അല്ലാതെ ചെന്നൈക്ക് പോകണമായിരുന്നുവെന്ന് വിജയെ പരിഹസിച്ച് സെന്തിൽ ബാലാജി ചോദിച്ചു. വിജയ് പ്രസംഗ സ്ഥലത്ത് നേരത്തെ എത്തിയിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും സെന്തിൽ ബാലാജി. ஜெனரேட்டர் ரூம்ல போய் யார் ஆஃப் பண்ணிருப்பா? அந்த இடங்களில் நடக்கக்கூடிய இடங்கள்ல அப்படி இருக்கக்கூடிய ஒரு 10,000 பேரோ இல்ல 15,000 பேரோ 20,000 பேரோ 25,000 பேரோ இருக்கட்டும், அவ்வளவு பெரிய கூட்டங்களுக்குள்ள போய் நீங்க சொல்ற மாதிரி ஒருத்தரோ 5 பேரோ 10 பேரോ போய் அது மாதிரி ஒரு அசாதாரண சூழ்நிலை உருவாக்க முடியுமா? N ആനന്ദിനെ ഉടൻ പിടികൂടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടന്നത്. ഒളിവിലുള്ള ആനന്ദിനായി സേലത്തും ഏർക്കാടും ചെന്നൈയിലും തെരച്ചിൽ നടന്നുണ്ട്. കരൂരിലെ പരിപാടിയുടെ ദൃശ്യങ്ങൾ കൈമാറാൻ TVKയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഢാലോചന തള്ളുന്ന തരത്തിൽ വിജയിയും പ്രവർത്തകരും പരിപാടിയുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വീഡിയോ സർക്കാർ പുറത്തുവിട്ടു. എന്നാൽ ഈ വീഡിയോ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ വിമർശനം. 24 ചെന്നൈ. ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും നന്ദി പറഞ്ഞ് മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ. ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് മമ്മൂട്ടി എത്തിയത്. 250 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമ ആസ്വാദകർക്ക് ആവേശമായി മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവ്. ദിവസം നീണ്ട കാത്തിരിപ്പ് ഒടുവിൽ മലയാളത്തിന്റെ മഹാനടൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്തി. പാട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഹൈദരാബാദിലെ ബസ് ഭവനിലേക്ക് നിറഞ്ഞ ചിരിയുമായാണ് മമ്മൂട്ടി എത്തിയത്. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ, അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് എനിക്കത്. സന്തോഷം എല്ലാവർക്കും. നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും. മടങ്ങിവരവിന്റെ ആവേശം അത്രയും അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ പ്രകടം. ഞങ്ങളെല്ലാവരും ഭയങ്കര നമ്മുടെ മുഖത്ത് തന്നെ അറിയാമല്ലോ, അത്രയ്ക്ക് സന്തോഷത്തിലല്ല. എൻ്റെ സിനിമാ ലോകം മുഴുവൻ ഭയങ്കര ആവേശത്തിലാണ്. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. അതാണ്. ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അസുഖബാധിതനായി താരത്തിന് ഇടവേള എടുക്കേണ്ടി വന്നത്. ഷൂട്ടിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു 45-50 ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ബ്രേക്ക് എടുത്ത് ഇവിടെ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ UK-ലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങി വൻ താരനിര അടങ്ങുന്നതാണ് ചിത്രം. നാളെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങും. വിവിധ ഭാഷകളിൽ പ്രമുഖർ ചേർന്നാണ് ടീസർ പുറത്തിറക്കുക. ഹൈദരാബാദിലെ ഷെഡ്യൂളിന് ശേഷം വിദേശത്തും ചിത്രീകരണമുണ്ട്. തനിക്കായി കാത്തിരിക്കുന്ന അനേകം കഥാപാത്രങ്ങൾക്കായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ദാ മടങ്ങിയെത്തിയിരിക്കുന്നു. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിലായി. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അമൽ, ഈ നിർമ്മാണ യൂണിറ്റ് ഉടമ തന്നെയാണോ ഇക്കാര്യങ്ങൾ വിജിലൻസിനോട് പറഞ്ഞ് ഈ കക്ഷിയെ കയ്യോടെ പിടികൂടിയത്?
വിജയകുമാർ, നമുക്കറിയാവുന്നതാണ് കളിമൺ പാത്ര നിർമ്മാണവും അല്ലെങ്കിൽ നിർമ്മാണ യൂണിറ്റുകളും അതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ സംസ്ഥാനത്താകെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കളിമൺ പാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുകയും വിജിലൻസ് ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂരിലെ വില്ലടം സ്വദേശിയായിട്ടുള്ള കുട്ടമണി KN ആണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ചിറ്റശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെ ഉടമയിൽ നിന്നാണ് ഇദ്ദേഹം ഒരു ചെടിച്ചട്ടിക്ക് ഏകദേശം 3 രൂപ വെച്ച് കമ്മീഷൻ കൈപ്പറ്റാൻ ശ്രമിച്ചത്. ഇത് പ്രകാരം 5372 ചെടിച്ചട്ടികളുടെ കച്ചവടമായിരുന്നു നടന്നത്. ഇതിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വെച്ച് ഉള്ള ഒരു കൈക്കൂലിയായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത്. ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ ഈ കൈക്കൂലിയുടെ ആദ്യ ഗഡുവായിട്ടുള്ള 10,000 രൂപ കൈമാറാൻ സമ്മതിച്ചുകൊണ്ട് ഈ ഒരു ചിറ്റശ്ശേരി കളിമൺ പാത്ര യൂണിറ്റിന്റെ ഉടമ തൃശ്ശൂരിലെ വടക്കേ സ്റ്റാൻഡിന് സമീപം എത്തുകയും അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് ഇദ്ദേഹത്തിന് 10,000 രൂപ കൈമാറാൻ ഉള്ള ഒരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഉടമ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം ആദ്യം തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ എന്നോട് കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട്, ഇന്ന ദിവസം ഇത് കൊടുക്കാൻ ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ച് ഉദ്യോഗസ്ഥരോട് അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പദ്ധതി ഇടുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടമണി വിജിലൻസിന്റെ പിടിയിലായത്. ഏതായാലും അല്പസമയം മുൻപ് ഇദ്ദേഹത്തെ തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനകളെല്ലാം നടത്തി ഇപ്പോൾ ഇദ്ദേഹത്തെ തൃശ്ശൂരിലെ വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇടത് സംഘടനകളുമായി ചേർന്ന് യോജിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് കുട്ടമണി KN എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ. 5372 ചെടിച്ചട്ടികളാണ്. അതിൽ ഒരെണ്ണത്തിന് 3 രൂപ വീതം കമ്മീഷൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ നിർമ്മാണ യൂണിറ്റ് ഉടമ തന്നെ വിജിലൻസിനോട് ശല്യം സഹിക്കാൻ കഴിയാതെ പറയുകയും വിജിലൻസ് എത്തി കയ്യോടെ പിടികൂടുകയും ചെയ്തു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ സർക്കാർ സേവനങ്ങൾ ഭാഗികമായി അടച്ചുപൂട്ടി. 6 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് അടച്ചുപൂട്ടൽ. എയർ ട്രാഫിക് കൺട്രോളുകൾ, സൈന്യം, പോലീസ്, ജയിൽ എന്നിവ പ്രവർത്തിക്കും. അടച്ചുപൂട്ടലിനെ തുടർന്ന് പിരിച്ചുവിടൽ തന്നെ വേണ്ടിവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. US ജനപ്രതിനിധി സഭയിൽ ധനവിനിയോഗ ബില്ലുകൾ പാസ്സായിരുന്നുവെങ്കിലും സെനറ്റിൽ ബില്ലുകൾ പാസ്സാകുന്നതിനായി കുറഞ്ഞത് 7 ഡെമോക്രാറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്നതിനാലാണ് ബില്ലുകൾ പാസ്സാകാതിരുന്നത്. 2026 തുടക്കം വരെയുള്ള ചെലവുകൾക്കായി 12ഓളം ബില്ലുകളായിരുന്നു പാസ്സാകേണ്ടിയിരുന്നത്. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിർദ്ദേശിച്ചതാണ് കല്ലുകടിയായത്. ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി തിങ്കളാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റുകളുമായി നടത്തിയ ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞിരുന്നു. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാത്ത സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ദേശീയ പാർക്കുകളും അടച്ചുപൂട്ടി. വിമാനങ്ങൾ വൈകുന്നതിനാൽ ഇന്നു മുതൽ യാത്രകൾ വൈകും. മെഡിക്കെയർ, US പോസ്റ്റൽ സേവനങ്ങൾ എന്നിവ തടസ്സപ്പെടും. എയർ ട്രാഫിക് കൺട്രോളർ, സീക്രട്ട് സർവീസ്, FBI, ഇമിഗ്രേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ, ജയിൽ ജീവനക്കാർ, ഗതാഗതം, സൈനികർ, ട്രംപിന്റെ സഹായികളായ ജീവനക്കാർ എന്നിവരെല്ലാം അവശ്യ സേവനങ്ങളിൽ പെടുന്നതിനാൽ പ്രവർത്തനക്ഷമമായിരിക്കും. ട്രംപിന്റെ ആദ്യ ടൈമിൽ 2018 ഡിസംബർ മുതൽ 35 ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ നടന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് വൻ GST തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന ഖജനാവിന് 200 കോടി രൂപ നഷ്ടമായി എന്നാണ് ആരോപണം. തട്ടിപ്പ് മൂടിവെക്കാനാണ് സർക്കാർ ശ്രമമെന്നും CBI അന്വേഷണം വേണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. 1100 കോടി രൂപയുടെ ഇടപാട് വ്യാജ പേരിൽ നടത്തി. ഇതിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടമായത് 200 കോടി രൂപ. പൂനെ GST ഇന്റലിജൻസ് സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ്. ഒരു വിഭാഗം GST ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പുകാരുമായി ബന്ധമുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ്, ഇത്രയും വിവരം കിട്ടിയിട്ടും GST രജിസ്ട്രേഷനിലെയും ഡേറ്റ വെരിഫിക്കേഷനിലെയും കുറവുകൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും എന്തുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? അതുകൊണ്ടൊരു CBI അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണം.
GST തട്ടിപ്പ് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ഇരകളെ അറിയിച്ചില്ലെന്നും ഇരകൾക്ക് നിയമസംരക്ഷണം നൽകണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. പോലീസ് മർദ്ദനമുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. പോലീസ് സേനയിൽ അച്ചടക്കം പ്രധാനമാണ്. പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കേന്ദ്രമാകണം. ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ പെരുമാറണമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കാഴ്ചപ്പാടുള്ള ഭരണാധികാരികളെന്നും റവാഡ ചന്ദ്രശേഖർ. പോലീസിൽ അച്ചടക്കം പ്രധാനമാണ്. സേനയ്ക്ക് അച്ചടക്കമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട്. പോലീസ് താങ്കൾ സൂചിപ്പിച്ചപ്രകാരം ഒരു ഡിസിപ്ലിൻ ഫോഴ്സാണ്. ഞങ്ങൾക്ക് നിയമങ്ങൾ പ്രകാരം പോകണമാണ്. അച്ചടക്കം കൂടെ അവരുടെ അത്യാവശ്യമാണ്. പോലീസ് മർദ്ദനമുണ്ടായാൽ കർശന നടപടി ഉണ്ടാകും. ജനങ്ങളോട് പോലീസ് മാന്യമായി പെരുമാറണം. സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കേന്ദ്രമാകണമെന്നും DGP. വി ഇന്ററാക്ട് വിത്ത് thousands of people every day. അങ്ങനെ ആ സാഹചര്യത്തിൽ അവരുടെ സമീപനം അല്ല നമ്മുടെ ഐ ജനറലി ഹാവ് എ very good opinion about my police personnel that they are doing good job and we are continue to do good job. CCTV എല്ലാ സ്റ്റേഷനുകളിലും പ്രവർത്തിക്കണം. CCTV തകരാറിലായാൽ ഉടൻ തന്നെ പരിഹരിക്കണമെന്നും DGPയുടെ മുന്നറിയിപ്പ്. 100% പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും 100% ആയിട്ടുള്ള CCTVയുടെ നമ്മുടെ നിരീക്ഷണമുണ്ട്. അത് പ്രവർത്തി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളതിന് അതിൻ്റെ ആവശ്യമുള്ള റിപ്പയർസ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും കാഴ്ചപ്പാടുള്ള മഹാന്മാരാണെന്നും റവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനത്ത് ഭീകരവാദ രഹസ്യാന്വേഷണ മുന്നറിയിപ്പുണ്ടെന്നും കേരള പോലീസ് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്നും DGP 24നോട് പറഞ്ഞു. ദീപക് ധർമ്മടം, 24, കോഴിക്കോട്. ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി കേരള സർവകലാശാല സർക്കുലർ. സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കുലർ അയച്ചു. കേസിൽ പ്രതികളല്ല എന്ന് സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പ്രവേശനം ലഭിക്കൂ. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പ്രവേശനം നേടണമെങ്കിൽ 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. 1. പഠിച്ച കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ? 2. ക്രിമിനൽ കേസുകളിൽ പ്രതികളാണോ? 3. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 4. പരീക്ഷാ ക്രമക്കേടിന് പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് സത്യവാങ്മൂലത്തിൽ അറിയിക്കണം. സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം. കോളേജ് കൗൺസിലിന് മാത്രമേ പിന്നീട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ. കോളേജ് കൗൺസിലും പ്രവേശനം റദ്ദാക്കിയാൽ പരാതിയുമായി സർവകലാശാലയെ സമീപിക്കാം. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് തീരുമാനമെടുത്തത്. എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചു. കോടതിയിൽ മറുപടി നൽകാൻ മാത്രമാണ് ഉപസമിതി തീരുമാനമെടുത്തതെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാദിച്ചിരുന്നത്. എന്നാൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ തീരുമാനം നടപ്പാക്കി സർക്കുലർ അയച്ചതോടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കടക്കം തിരിച്ചടിയായേക്കും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക് കൈമാറുന്നതിൽ വീണ്ടും ഉപാധി വെച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷൻ മൊഹസിൻ നഖ്വി. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ACC ആസ്ഥാനത്തെത്തി നേരിട്ട് ട്രോഫി സ്വീകരിക്കണം. ട്രോഫി സെറിമണിയിൽ നടന്ന സംഭവങ്ങളിൽ ഖേദം രേഖപ്പെടുത്തണം എന്നും നഖ്വി ആവശ്യപ്പെടുന്നുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനിൽ, ഇക്കാര്യത്തിൽ BCCI ഇന്നലെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. തന്നെയുമല്ല, BCCIയുടെ നിലപാടിന് മറ്റു ബോർഡുകളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. വീണ്ടും ഈ നഖ്വി ഇത്തരം ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നതിനോട് BCCI എന്തായാലും പ്രതികരിക്കാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? തീർച്ചയായും ഇന്ത്യയും BCCIയും എന്തായാലും ഈ നഖ്വിയുടെ ഈ നടക്കാത്ത സ്വപ്നങ്ങൾക്കൊന്നും കൈകൊടുക്കാനോ ഇല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കാനോ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി BCCIയുടെ വഴിക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് തന്നെയാണ് ഏറെക്കുറെ. ഇനി പരമാവധി ഇന്ത്യക്ക് അർഹതപ്പെട്ട ആ കിരീടം പരമാവധി വൈകിപ്പിക്കാൻ മാത്രമാണ് PCB അധ്യക്ഷനായ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹസിൻ നഖ്വി ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ട്രോഫി സെറിമണി അത് പ്രത്യേകം വീണ്ടും നടത്തണം, BCCI സ്വന്തം ചെലവിൽ നടത്തണം എന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നലെ ദുബായിൽ വെച്ച് നടന്ന ACC യോഗത്തിൽ BCCI പ്രതിനിധീകരിച്ചെത്തിയ രാജീവ് ശുക്ലയും ഒപ്പം തന്നെ ആശിഷ് ഷെല്ലാറും ഒക്കെ തന്നെ കടുത്ത വിമർശനമാണ്, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് തന്നെയാണ് ഈ മൊഹസിൻ നഖ്വിയുടെ നടപടികൾക്കെതിരെ പ്രതികരിച്ചത്. ഇത് തൻ്റെ സ്വകാര്യ സ്വത്തല്ല, ഇത് ACCയുടെ
സ്വന്തമാണ്, അത് വീട്ടിൽ കൊണ്ടുപോകാനോ റൂമിൽ വെക്കാനോ താൻ ആരെ എന്ന തരത്തിലാണ് രാജീവ് ശുക്ല സംസാരിച്ചത്. ഒപ്പം തന്നെ ആശിഷ് ഷെല്ലാർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച പോലും കണ്ടതാണ്. അപ്പോൾ ഇനി ഒരു വഴിയുമില്ല, ഇനി പരമാവധി ഇന്ത്യക്ക് കിട്ടേണ്ട ഈ കിരീടം വൈകിപ്പിക്കാൻ നോക്കുകയാണ്. അതിൽ പുതിയൊരു ഉപാധിയാണ് ഇപ്പോൾ മോഹസിൻ നഖ്വി പറയുന്നത്. അതായത് ഇനി ACC ആസ്ഥാനം, അതായത് ദുബായിലാണ്, അവിടെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നേരിട്ടെത്തണം, തൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്നാണ് നഖ്വിയുടെ പുതിയ ഡിമാൻഡ്. പക്ഷേ ഇതും BCCI അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്തായാലും ട്രോഫി ഇതിനകത്ത് ഈ തീരുമാനം ഉണ്ടാവില്ലെങ്കിൽ അടുത്ത മാസം നവംബറിൽ നടക്കുന്ന ICC കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ട്രോഫി കൊണ്ടു കൊടുക്കേണ്ട, ഇല്ലെങ്കിൽ BCCIക്ക് നേരിട്ട് അവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മോഹസിൻ നഖ്വി കൊണ്ടുപോവുക. ട്രോഫി എന്തായാലും ഇന്ത്യയുടെ കയ്യിലാണ്, ഇന്ത്യയാണ് ചാമ്പ്യന്മാർ. അതെന്തായാലും ഇനി തിരുത്തപ്പെടാൻ പോകുന്നില്ല. മോഹസിൻ നഖ്വി പരമാവധി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകട്ടെ. അത് നീട്ടിക്കൊണ്ടുവന്നത് ഒരുപക്ഷെ ACC അധ്യക്ഷൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്കായിരിക്കും അത് കൊണ്ടെത്തുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിജയകുമാർ. യെസ്, നഖ്വിയുടെ നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന് മാത്രമേ നമുക്ക് ഈ ഉപാധികളെ പറ്റി പറയാൻ കഴിയൂ. ആ കിരീടം ഇന്ത്യക്ക് കൈമാറുക, അത് ACC ആസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക, പാകിസ്ഥാനിൽ നിന്ന് തിരികെ അടിയന്തരമായി, അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വൈകുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പദവി തന്നെ ഒരു പക്ഷേ തുലാസിലാകും, അത് തെറിക്കാനും സാധ്യതയുണ്ട്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി PP സുനീറിനെയും സത്യൻ മൊഗേരിയെയും തെരഞ്ഞെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുല്ലക്കര രത്നാകരനെ വെട്ടി സത്യൻ മൊഗേരിയുടെ പേര് ഉൾപ്പെടുത്തിയത് അവസാന നിമിഷമാണ്. നേരത്തെ ഒഴിവാക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ചു. സെക്രട്ടേറിയറ്റിൽ 11 അംഗങ്ങളാണ്. 25 അംഗ എക്സിക്യൂട്ടീവിലേക്ക് VS സുനിൽകുമാറും CN ചന്ദ്രനും തിരിച്ചെത്തി. സംസ്ഥാന നേതൃത്വത്തിന് ഇനി മുതൽ ത്രിതല സംവിധാനമായിരിക്കും. 24 ബ്രേക്കിംഗ്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ അവസാന മിനിറ്റിലും വെട്ടിത്തിരുത്തലുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് മുല്ലക്കര ആ പട്ടികയിൽ നിന്ന്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് അവസാന നിമിഷം ആ പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് വരികയും അദ്ദേഹം തെറിക്കുകയും ഒക്കെ ചെയ്തത്? എന്ത് നാടകീയ നീക്കമാണ് അവിടെ നടന്നത്? വിജയകുമാർ, CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ ഒരാൾ PP സുനീർ തുടരുമെന്ന് ഉറപ്പായിരുന്നു. രണ്ടാമത്തെ ആൾ ആരായിരിക്കുമെന്നതിനെ ചൊല്ലിയാണ് പാർട്ടിക്കകത്ത് ഉദ്വേഗമുണ്ടായിരുന്നത്. ആ ഉദ്വേഗത്തിനൊടുവിലാണ് മുല്ലക്കര രത്നാകരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആകുമെന്ന ധാരണ നേതൃതലത്തിൽ തന്നെ രൂപപ്പെട്ടത്. എന്നാൽ പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് വന്നപ്പോഴേക്കും മുല്ലക്കര രത്നാകരൻ്റെ പേര് മാറി സത്യൻ മൊഗേരിയുടെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. സംസ്ഥാന നേതൃത്വത്തിന് കുറച്ചുകൂടി സ്വീകാര്യനും അഭിമതനുമായ ആൾ സത്യൻ മൊഗേരിയാണ് എന്ന നിലയ്ക്കാണ് മുല്ലക്കരയെ വെട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പൊതുവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കാൻ നിൽക്കുന്ന മുല്ലക്കര രത്നാകരന് അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുത്തുമില്ല. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്നത്തെ സംസ്ഥാന കൗൺസിലിൽ എത്തിയിരുന്നില്ല. മുല്ലക്കരയ്ക്കും ഈ പദവികൾ ഏറ്റെടുക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാർട്ടി നേതൃത്വത്തിന് കുറച്ചുകൂടി സ്വീകാര്യനും ആൾ സത്യൻ മൊഗേരിയാണ്. മുല്ലക്കര അറിയപ്പെടുന്ന പ്രഭാഷകനും മറ്റും ആയതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധ പോകുമോ എന്ന ആശങ്ക നേതൃത്വത്തിലെ ചിലർക്കുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും മുല്ലക്കരയെ ഒഴിവാക്കി. ഇതോടൊപ്പം തന്നെ CPIയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തു. 11 അംഗ സെക്രട്ടേറിയറ്റിൽ എറണാകുളത്തു നിന്നുള്ള KK അഷ്റഫും പാലക്കാട് നിന്നുള്ള KP സുരേഷ് രാജും അംഗങ്ങളാണ്. നേരത്തെ മുല്ലക്കരയുടെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം KP സുരേഷ് രാജാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. 25 അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും ഇന്ന് സംസ്ഥാന കൗൺസിൽ തിരഞ്ഞെടുത്തു. ഇതിൽ CN ചന്ദ്രനും VS സുനിൽകുമാറും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് തിരികെ വന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് അനഭിമുഖരായ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു CN ചന്ദ്രനും VS സുനിലും. എന്തെങ്കിലും ഒരു ഐക്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൊണ്ട് ഇവരെ രണ്ടുപേരെയും എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി എന്നുള്ള തീരുമാനമുണ്ട്. ഇതോടൊപ്പം തന്നെ 8 പുതിയ ആളുകളെയും ഉൾപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ KP സുരേഷ് രാജ്, KK വത്സരാജ്, TG ആഞ്ചലോസ് എന്നിവരെയാണ് വന്നത്. ഇതോടൊപ്പം തന്നെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, R ലതാദേവി, TT ജിസ്മോൻ എന്നിവരെയും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തി. യെസ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. വിവാദങ്ങൾക്കിടെ ബംഗളൂരുവിലെ PR ഏജൻസിയെ മാറ്റി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് കേന്ദ്രമായ PR ഏജൻസി ലെൻസ് ട്രാക്കിനെ പകരം നിയമിച്ചു. വാർത്ത രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചില്ല. സംസ്ഥാന അധ്യക്ഷന് വ്യക്തിപരമായി ചെയ്യുന്ന PR-ന്റെ ചെലവ് സംസ്ഥാന BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്ന പാർട്ടിക്കുള്ളിൽ എതിർപ്പുമുണ്ട്. കോടികൾ ചെലവഴിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് PR മയൂറിന്റെ സേവനം തേടിയിട്ടും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. കേരള പശ്ചാത്തലത്തിൽ റീബ്രാൻഡിംഗ് രാജീവ് ചന്ദ്രശേഖർ എന്ന ലക്ഷ്യമാണ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലെൻസ് ട്രാക്ക് എന്ന PR ഏജൻസിക്ക്.
രാജീവ് ചന്ദ്രശേഖരെ പ്രൊമോട്ട് ചെയ്യുന്ന 150ഓളം ട്വീറ്റുകൾ ദിവസവും എക്സിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്പയറിംഗ് കണ്ടന്റുകൾ ഫേസ്ബുക്ക് പേജിൽ വരണമെന്നതാണ് പ്രധാന ആവശ്യം. ജനമനസ്സുകളിൽ ഇടം നേടിയ മലയാള സിനിമാ ഡയലോഗുകൾ രാജീവ് ചന്ദ്രശേഖരെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ന്യൂയോർക്ക് മോഡലിൽ രാജീവ് ചന്ദ്രശേഖരന്റെ AI ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് നിലവിലെ കരാർ. പ്രതിമാസം 40 മുതൽ 45 ലക്ഷം രൂപ വരെയാണ് ചിലവ്. സംസ്ഥാന സമിതി യോഗത്തിനു മുന്നോടിയായി കൊല്ലത്ത് നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ പുതിയ PR ടീമിനെ പരിചയപ്പെടുത്തി. വാർത്ത നിഷേധിക്കാതെ രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ബേറ്റും പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാലും ഈ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഈ ഇലക്ഷനിൽ പോവും. ഇങ്ങനെ ഒരു തർക്കവുമില്ല. പാർട്ടീൻ്റെ ശക്തം, പാർട്ടീൻ്റെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഞങ്ങളുടെ രീതിയും ഇതെല്ലാം ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് തെളിവ് കിട്ടും. സംസ്ഥാന അധ്യക്ഷന് വ്യക്തിപരമായി ചെയ്യുന്ന PRന്റെ ചെലവ് സംസ്ഥാന BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട്. സംസ്ഥാന BJPക്ക് ലക്ഷങ്ങൾ ചെലവിൽ മീഡിയ IT സെല്ലുകൾ പ്രവർത്തിക്കുന്നതിന് പുറമെയാണ് കോടികൾ മുടക്കി പ്രസിഡന്റിന് പേഴ്സണൽ PR വർക്കും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി ജില്ലാ ഭരണകൂടം. രക്ഷാപ്രവർത്തനം വൈകിയതും സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മയുമാണ് അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കട്ടപ്പന നഗരത്തിൽ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾ മരിച്ചത്. തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരുടെ മൃതദേഹങ്ങൾ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. 1 മാസമായി വൃത്തിയാക്കാതിരുന്ന മാലിന്യക്കുഴിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ഇറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാങ്ക് ഇതൊരു വലിയ ടാങ്കാണ്. അത് വണ്ടി പാർക്കിങ്ങിനുള്ള സൗകര്യമായതുകൊണ്ട് വലിയ സ്ലാബ് ഇട്ട് അതിന്റെ മുകളിൽ ചെറിയ മാൻഹോൾ ഒരു 1.5 അടി വ്യാസം മാത്രമുള്ള ചെറിയ മാൻഹോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഓക്സിജനുമായിട്ട് വന്ന ഫയർഫോഴ്സിന് പോലും അതിൻ്റെ അകത്ത് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണ് വളരെ ദാരുണമായ ഈ 3 പേരുടെ മരണത്തിനിടെയൊക്കെ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ ഇടുക്കി ADM അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നിസ്സഹാവസ്ഥയും ദാരുണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം വിശദമായ പരിശോധന നടത്തുമെന്ന് കട്ടപ്പന നഗരസഭ വ്യക്തമാക്കി. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം വൈക്കം ഉദയനാപുരത്ത് കുളത്തിലിറങ്ങിയ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. ബീഹാർ സ്വദേശി അബ്ദുൽ ഗഫാറിന്റെ മകൻ ഹർസാനാണ് മരിച്ചത്. റാഫി കരീം വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. റാഫി, എന്താണ് സംഭവിച്ചത് അവിടെ? രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം വൈക്കത്ത് ഉദയനാപുരത്തുള്ള കുളത്തിലാണ് ഈ കുട്ടി കുളിക്കാൻ ഇറങ്ങിയത്. ബന്ധുക്കളായ മറ്റു കുട്ടികളോടൊപ്പമാണ് ഈ അബ്ദുൽ ഗഫൂറിന്റെ മകനായ ഹർസാൻ കുളിക്കാൻ ഇറങ്ങിയത്. പിന്നീട് ഹർസാൻ ഈ കുളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളായ കുട്ടികൾ സമീപത്തുള്ള ആളുകളെ വിവരം അറിയിച്ച് ഈ ഹർസാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇരുമ്പുഴിക്കര LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹർസാൻ. ഇവർ ബീഹാർ സ്വദേശികളാണ്. 5 വർഷമായി ഇവർ ഇരുമ്പുഴിക്കരയിലാണ് താമസം. ഈ കുട്ടി ഇരുമ്പുഴിക്കര LP സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി മറ്റു നടപടികൾ സ്വീകരിച്ചു. ദാരുണമായ സംഭവമാണ്. വിവരങ്ങളാണ് റാഫി കരീം നൽകിയത് കോട്ടയത്തു നിന്ന്. ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വീണ്ടും പുതിയ വിവരങ്ങൾ വരികയാണ്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ല അവിടെ തിരികെ എത്തിച്ചത് എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായിയുമായ 2 പേരെയും കേന്ദ്രീകരിച്ച് അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 2010 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു എന്നൊരു വിവരം കൂടിയുണ്ട്. അവിടെ ഇതിൻ്റെ പേരിൽ ഭക്തജന സംഗമവും പ്രത്യേക പൂജകളും ഒക്കെ നടന്നിട്ടുണ്ട്. 40 ദിവസം വൈകി ഈ സ്വർണ്ണപ്പാളിക്ക് തിരികെ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ആഴ്ച ഈ ദേവസ്വം വിജിലൻസ് സംഘം ബംഗളൂരുവിലേക്ക് പോകും. അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കും. ഈ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം വിജിലൻസ് വിവരങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ
ദുരൂഹ ഇടപാടുകൾ ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്ന സംശയം ശക്തമാണ്. അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 24 സ്റ്റഡി എബ്രോഡിന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലനമാണ് നൽകുന്നത്. 12,000 രൂപ ഫീസുള്ള കോഴ്സുകളാണ് സൗജന്യമായി നൽകുന്നത്. നാളെ രാവിലെ 11 മണിക്ക് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലാണ് വിദേശ പഠനത്തിനായുള്ള 24 സ്റ്റഡി എബ്രോഡിന്റെ വിദ്യാരംഭം. ബിരുദം പൂർത്തിയാക്കിയവർക്കും അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. 1.5 മാസം നീളുന്ന പരിശീലനത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് വിദഗ്ധരായ അധ്യാപകർ ക്ലാസ് എടുക്കും. ഇന്ത്യയിലെയും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുത്ത് 24 സ്റ്റഡി എബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അക്ബർ ട്രാവൽസിന്റെ സ്റ്റുഡന്റ് എയർഫെയർ ഡിസ്കൗണ്ട് വൗച്ചർ, ലുലു ഫോറക്സിന്റെ സ്റ്റുഡന്റ് ഫോറക്സ് ഡിസ്കൗണ്ട് കൂപ്പൺ, ഡെക്കാത്തലോൺ നൽകുന്ന പർച്ചേസ് ഡിസ്കൗണ്ട് കൂപ്പൺ തുടങ്ങി സമ്മാന പെരുമഴയാണ് കാത്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് 24. ബഹ്റൈൻ ഇന്ത്യൻ മീഡിയ അവാർഡ് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന്. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിൽ ഈ മാസം 17 നടക്കുന്ന ബഹ്റൈൻ മലയാളി കൂട്ടായ്മയുടെ ഓണാഘോഷ വേദിയിൽ പുരസ്കാരം സമ്മാനിക്കും. 1,01,000 രൂപയാണ് അവാർഡ് തുക. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായികളായ 2 പേരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2010 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ 40 ദിവസം വൈകിയതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു. MG പ്രതീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇതിനോടകം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് എന്ന് തോന്നുന്നു. കുറെ കൂടി കൃത്യമായ സൂചനകൾ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിൽ കിട്ടിയേക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായക വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. 2019 അറ്റകുറ്റപ്പണിക്കായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ സ്വർണ്ണപ്പാളി അല്ല, അതേ പാളിയല്ല തിരികെ എത്തിച്ചത് എന്നുള്ള ചില വിവരങ്ങളാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. 2019 ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണ പാളികൾ കൊണ്ടുപോവുകയും അത് ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഈ പ്രദർശനത്തിനൊപ്പം അവിടെ ഭക്തജന സംഗമവും ചില പൂജകളും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ 40 ദിവസത്തോളം ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലടക്കം വലിയ ദുരൂഹതയുണ്ട് എന്നതാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. ഈ കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക്ക് പകരമായി മറ്റൊരു ചെമ്പുപാളി നിർമ്മിച്ച ശേഷം അതിൽ സ്വർണം പൂശി തിരികെ ശബരിമലയിൽ എത്തിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥിരീകരണത്തിനായാണ് ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകുന്നത്. 2 ദിവസത്തിനകം ഈ വിജിലൻസ് സംഘം ബംഗളൂരുവിൽ ഈ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പരിശോധന നടത്തും. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ, വ്യവസായിയായ 2 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഇതിൽ ഈ നിർണായകമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹമായ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും ഏറെ നിർണായകവുമായ വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിലേക്ക് പോവുകയാണ് ദേവസ്വം വിജിലൻസ്. അവിടെ നിന്ന് കുറെ കൂടി പ്രധാന വിവരങ്ങൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. MG പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാര നിറവിൽ അമൃത വിശ്വവിദ്യാപീഠവും അമൃത ആശുപത്രിയും. സർക്കാരിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം അമൃത വിശ്വവിദ്യാപീഠത്തിനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലൻസ് അവാർഡ് അമൃത ആശുപത്രിയും കരസ്ഥമാക്കി. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന അന്തർദേശീയ പരിസ്ഥിതി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അമൃത ആശുപത്രിയിലെ പരിസ്ഥിതി സുരക്ഷാ ജനറൽ മാനേജർ രാജേഷ് RR പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.